ഹലോ, ഇന്ന് കുംഭമാസത്തിലെ കാർത്തിക നാളാണ്. അതായത് ഫെബ്രുവരി 24 നമ്മുടെ ദേത്രക്കുട്ടിയുടെ നക്ഷത്ര പിറന്നാളാണ്. അപ്പോൾ അത് ആള് വെളുപ്പിന് ഒരു 3 മണിയൊക്കെ എണീറ്റ് കളിയൊക്കെ കഴിഞ്ഞിട്ട് കയറി കിടന്നതാണ്. അത് കഴിഞ്ഞിട്ട് എണീക്കുന്ന ടൈമാണിത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സ്നേഹപ്രകടനങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ നേരെ ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുത്ത് കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അതിനൊക്കെ എടുക്കുന്ന ടൈമിനെക്കാട്ടിലും കൂടുതൽ ടൈം പോകുന്ന ഒരു സമയമാണ് ഇതൊന്ന് മിനുക്കി എടുക്കാൻ, ഉടുപ്പൊക്കെ ഇടിപ്പിക്കാനൊക്കെ കുറച്ച് പാടാണ് കേട്ടോ. അതാണ്ട് കാലം കൊണ്ടൊക്കെ തൊഴിച്ചൊക്കെ തരുന്നുണ്ട്. അപ്പം നമ്മുടെ പിറന്നാളുകാരി റെഡി ആയിട്ടുണ്ട്. പിറന്നാൾ ഉടുപ്പൊക്കെ ഇട്ട് ദേത്രക്കുട്ടി സുന്ദരിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസമാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ ദേശനാഥൻ ഏറ്റുമാനൂരപ്പൻ്റെ 7ാം ഉത്സവം കൂടിയാണ്. ആ ഒരു ബ്ലെസ്സിങ്സ് കൂടെ നമുക്കുണ്ട്. അപ്പോൾ ദാ ഒരുങ്ങി നമ്മളിപ്പം പോകുന്നത് ചേട്ടനെ വിളിക്കാനായിട്ട്, സ്കൂളിൽ നിന്ന് വിളിക്കാനായിട്ട് പോവാണ്. ഈ ഒരു ചിരി കണ്ടോ? ഇത് നമ്മുടെ ലിഫ്റ്റിനുള്ളിൽ ഒരു അങ്കിളിന് ഹൈഫൈ കൊടുത്ത് ഇവർക്ക് കിട്ടിയതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ. ഒന്ന് കൊടുത്താൽ പിന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കും. അപ്പോൾ പുറത്തിറങ്ങി നമ്മൾ ദ്രോണക്കുട്ടം വരുന്നത് വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ബിൽഡിങ്ങിൽ ഇതുപോലെ ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റംദാൻ പെരുന്നാളിനോടനുബന്ധിച്ചാണ് കേട്ടോ. അപ്പോൾ ദ്രോണക്കുട്ടം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനെയും കൂട്ടി അവളുടെ ആ ഒരു ഫേസിൽ സന്തോഷം കൂടുതലും അവനെത്തിയ ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അവിടെ നിർത്തി രണ്ടുപേരുടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ദ്രോണക്കുട്ടിന് ചെറിയ പരാതിയൊക്കെ ആയിരുന്നു സ്കൂളിൽ നിന്ന് വന്നിട്ട്, എന്തോ ബുക്ക് തന്നു വിട്ടില്ല എനിക്ക് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത ടാസ്ക് ഇവനെ കുളിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അയ്യോ കാക്കേ, പിന്നെ കിഷോറേട്ടനും ലഞ്ച് ബ്രേക്കിനെത്തി. അത് കഴിഞ്ഞിട്ട് അവൾക്കായിട്ട് നമ്മളൊരു കുഞ്ഞു സദ്യ, പരിപ്പ്, പഴം, പപ്പടം, പായസം കൂട്ടി ഒരു കുഞ്ഞു സദ്യ റെഡിയാക്കിയിരുന്നു. അപ്പോൾ ദ്രോണക്കുട്ടനാണ് ഈ പപ്പടവും പഴവും ഒക്കെ വിളമ്പി ഇലയിൽ വെക്കുന്നത്. പിന്നെ നമ്മൾ ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ദേത്രക്കുട്ടിയുടെ ദ്രോണക്കുട്ടൻ്റെ ഒക്കെ ഈ കളിയും ചിരിയൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ അനുഗ്രഹിച്ചൊക്കെയുള്ള മെസ്സേജൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ ദേത്രക്കുട്ടിയുടെ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ഡേ കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാവരുടെയും അനുഗ്രഹവും സ്നേഹവും എല്ലാം ഉണ്ടാവണം, സപ്പോർട്ടും ഉണ്ടാവണം. നമ്മൾ ഇലയിൽ സദ്യ വിളമ്പി കഴിഞ്ഞിട്ടാണ് ദേത്രക്കുട്ടി അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത് കേട്ടോ. അല്ലെങ്കിൽ സദ്യയുടെ കാര്യത്തിലൊരു തീരുമാനം ആയേനും മുണ്ടൊക്കെ ഉടുപ്പിച്ചാണ് കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ ദ്രോണക്കുട്ടൻ താണ്ട് വായി വെച്ച് ചോറൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പപ്പടം കൈ കൊടുക്കുമ്പോൾ അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത നിമിഷങ്ങളാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും കിഷോറേണും ഒക്കെ അവൾക്ക് ഈ പിറന്നാൾ സദ്യ വായി വെച്ചൊക്കെ കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് ദേത്രക്കുട്ടിയുടെ ഈ ഒരു പിറന്നാൾ ഡേ പോയത്. അപ്പോൾ എല്ലാവരുടെയും സ്നേഹവും അനുഗ്രഹവും പ്രാർത്ഥനയും എല്ലാം ഉണ്ടാവണം. താങ്ക് യു.